മനമെടുത്ത് ഒടുവിൽ BJP-യിൽ നിന്നും രാജി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നടൻ ദേവൻ. താൻ ഉദ്ദേശിച്ച ആശയങ്ങളല്ല BJP-യിലുള്ളതെന്നും അതുകൊണ്ട് തനിക്ക് പാർട്ടിയുമായി ചേർന്ന് പോകാൻ കഴിയില്ല എന്നാണ് വ്യക്തമാക്കിയത്. കണിച്ചികുളങ്ങര ദേവീക്ഷേത്രത്തിലെ പരിപാടിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ രാജി പ്രഖ്യാപനം ഉണ്ടായത്. പൊതുവേദിയിൽ വെച്ച് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയായിരുന്നു. പ്രാഥമിക അംഗത്വവും രാജിവെച്ച ദേവൻ കത്ത് ഉടൻ തന്നെ സംസ്ഥാന നേതൃത്വത്തിന് കൈമാറും എന്ന് വ്യക്തമാക്കി. സീറ്റ് കിട്ടാത്തതിലല്ല, കടുത്ത അവഗണനയിൽ മനം മടുത്താണ് BJP-യിൽ നിന്നും രാജിവെക്കുന്നതെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. നേതൃത്വം തന്നെ കേൾക്കാൻ തയ്യാറായില്ല എന്നും രാജി തീരുമാനം 6 മാസം മുമ്പ് എടുത്തതാണെന്നും ഇത് തികച്ചും അപ്രതീക്ഷിതമല്ല എന്നും ദേവൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. രാജി അപ്രതീക്ഷിതമായിട്ട് ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും ഒരുപക്ഷെ തോന്നാം. തന്നെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമല്ല. വളരെ ആലോചിച്ച് 6 മാസം മുമ്പ് എടുത്ത തീരുമാനമാണ്. രാജ്യകാര്യം ചർച്ച ചെയ്യാമെന്നും ആലോചിച്ച് കേരളത്തിലെ BJP നേതൃത്വത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ അപ്പോഴൊന്നും അവരെ കിട്ടുന്നുണ്ടായിരുന്നില്ല. മെസ്സേജ് അയച്ചിട്ടും മറുപടി തന്നിരുന്നില്ല. ഇവരുടെ പാർട്ടിയിൽ എന്തെങ്കിലും സ്ഥാനം ആഗ്രഹിക്കുന്ന ആളാണ് എങ്കിൽ എല്ലാം സഹിച്ച് കടിച്ചു തൂങ്ങി നിൽക്കാം. എനിക്കങ്ങനെ സഹിക്കാൻ കഴിയില്ല. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേരുമ്പോൾ ഇയാൾ ആരാണ് മനസ്സിലാക്കേണ്ട ഒരു പൊതു ഉത്തരവാദിത്വമുണ്ട്. സ്ഥാനമോഹിയായി ചാടിക്കേറി BJP-യിലേക്ക് വന്ന ആളല്ല താൻ. തനിക്ക് പ്രവർത്തിക്കാൻ സംവിധാനം ഉണ്ടാക്കേണ്ടത് എനിക്ക് പ്രവർത്തിക്കാനുള്ള ഒരു സ്പേസ് ആവശ്യമാണെന്നും ദേവൻ വ്യക്തമാക്കുന്നുണ്ട്. ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് BJP. ഹിന്ദുക്കളിൽ വളരെ ഭയവും ഭീതിയുമുണ്ട്. അതും മാറ്റിയെടുക്കാതെ കേരളത്തിൽ BJP-ക്ക് കാലുറപ്പിക്കാൻ പറ്റില്ല. അതാണ് വാസ്തവവും. വൈസ് പ്രസിഡന്റ് പദവികൾ കിട്ടിയപ്പോൾ എന്താണ് തൻ്റെ ഉത്തരവാദിത്വമെന്ന് പാർട്ടി നേതൃത്വത്തോട് ചോദിച്ചിരുന്നു. അതിനു മറുപടി ഉണ്ടായിരുന്നില്ല. കയ്യിൽ വടി കിട്ടുന്നില്ല. ജനങ്ങൾക്ക് തന്നെ വിശ്വാസമാണെങ്കിൽ തൻ്റെ പാർട്ടിയിൽ വിശ്വാസമില്ല. തന്നിൽ ആ വിശ്വാസമുണ്ട്, പക്ഷേ താൻ വിശ്വസിക്കുന്ന പാർട്ടിയിൽ ജനങ്ങൾക്ക് വിശ്വാസമില്ല എന്നതാണ് നിലവിലെ സ്ഥിതി. 2021 അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയിൽ ഏത് സീറ്റ് വേണമെന്നായിരുന്നു ചോദിച്ചത്. തന്നെ തെറ്റിദ്ധരിക്കുകയായിരുന്നു, അത് ഫീൽ ചെയ്തിരുന്നു എന്നും ദേവൻ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം കണിച്ചികുളങ്ങര ക്ഷേത്രത്തിലെ പൊതുവേദിയിൽ വെച്ചായിരുന്നു ദേവൻ തൻ്റെ വികാര പ്രകടനം നടത്തിയത്. തൻ്റെ ലൈൻ വേറെയാണ് എന്ന് ബോധ്യപ്പെട്ടതിനാലാണ് ഈ രാജി പ്രഖ്യാപനം നടത്തുന്നുവെന്നും 4 മാസങ്ങൾക്ക് മുമ്പ് തന്നെ തീരുമാനം എടുത്തിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2004 ദേവൻ നവകേരള പീപ്പിൾസ് പാർട്ടി എന്ന പേരിൽ പാർട്ടി രൂപീകരിച്ചിരുന്നു. പിന്നീട് ഈ പാർട്ടി BJP-യുമായി ലയിക്കുകയായിരുന്നു. 2021 മാർച്ചിൽ ദേവൻ BJP-യിൽ ചേർന്നത്. അതായത് 17 വർഷം മുമ്പാണ് അദ്ദേഹം രൂപീകരിച്ചത് ഈ കേരള പീപ്പിൾസ് പാർട്ടി എന്ന പാർട്ടി രൂപീകരിച്ചത്. ഇതാണ് പിന്നീട് BJP-യിൽ ലയിപ്പിച്ച് BJP-യോട് അദ്ദേഹം ചേർന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ നയിച്ച വിജയയാത്രയുടെ സമാപന ചടങ്ങിൽ വെച്ചായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ ലയനം പ്രഖ്യാപിച്ചത്. 2023 ഡിസംബർ മാസത്തിൽ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റായി ദേവനെ നിയമിക്കുകയും ചെയ്തു. പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രനായിരുന്നു ഈ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്തത്. എന്തായാലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിരുന്നു ഈ തീരുമാനം വന്നത്. അതായത് അതിനുശേഷം രാജീവ് ചന്ദ്രശേഖറിൻ്റെ വിജയത്തിലുമൊക്കെ ദേവൻ കാര്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. എന്നാൽ തൻ്റെ ആശയങ്ങൾ പാർട്ടിയുമായി ഒത്തുപോകില്ല എന്ന നിലപാട്, ഇത് ഒരു തരത്തിലും മുന്നോട്ട് പോകില്ല എന്ന അവസ്ഥയിലെത്തിയപ്പോഴാണ് അവസാനം ദേവൻ എന്ത് ചെയ്തു? രാജി പ്രഖ്യാപനം നടത്തിയത്.